തെങ്ങിൻതോപ്പിൽ നടുവിലൊരു കൊളോണിയൽ സ്റ്റൈൽ വീട്. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം എന്ന സ്ഥലത്താണ്. ഞങ്ങളിവിടെ ചെയ്തൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 2700 സ്ക്വയർ ഫീറ്റ് സിംഗിൾ സ്റ്റോറി വീടാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡായിട്ട് ചെയ്തിരിക്കുന്ന വീടാണ്. ലിവിങ്, ഡൈനിങ്, 2 പാഷ്യോ, കിച്ചൺ, വർക്ക് ഏരിയ. റോഡിൽ നിന്നും കുറച്ച് ഉയർന്ന പ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. കൊളോണിയൽ ആർക്കിടെക്ചർ സ്റ്റൈലിൽ ചെയ്തൊരു വീടാണിത്. ഏറ്റവും മുഴുവനായിട്ടും ബാംഗ്ലൂർ സ്റ്റോൺ ഭാഗിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് ഈസ്റ്റ് ഫേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവനായും തേക്ക് തടിയിൽ ചെയ്തിരിക്കുന്ന ഡോറാണിത്. ഒരു കേരള സ്റ്റൈലിലുള്ള ഡോറെന്ന് വേണേൽ പറയാം. അനൂപ് ഡിനു ദമ്പതികളുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അവർക്ക് 2 കുഞ്ഞുങ്ങൾ, പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് ഫാദറുണ്ട്. ലിവിങ് റൂമിൽ കസ്റ്റം ചെയ്ത 2 ചെയർസ്, അതുപോലെ തന്നെ സോഫ സെറ്റ്. ഇവരുടെ വീടിൻ്റെ പഴയ കിടന്ന 2 സോഫയും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാളിൽ ബീഡിങ് ചെയ്ത് പെയിൻറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 ലൈറ്റ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. തേക്ക് തടിയിൽ തീർത്ത ഒരു ടേബിൾ കൺസോൾ ഉണ്ട് ഇവിടെ. അതിലൊരു ബുദ്ധയുടെയും ഒരു ഗണപതിയുടെയും സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ലിവിങ് റൂമിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇരുവശങ്ങളിലേക്കും പോകുന്ന ഒരു കൊറിഡോറാണ്. ഈ കൊറിഡോറിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ തന്നെ ഒരു പാഷ്യോ ഉണ്ട്. പാഷ്യോയിലേക്ക് ഇറങ്ങാനായിട്ട് ഫ്രഞ്ച് വിൻഡോസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്, എയർ സർക്കുലേഷനൊക്കെ നന്നായി കിട്ടാൻ, ക്രോസ് വെന്റിലേഷൻ കിട്ടാൻ വളരെ സഹായകരമാണിത്. ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെ പൂജാ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് മറൈൻ ഗ്രേഡ് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്താണ് പൂജാ സ്പേസ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം ഇതിനോടടുത്ത് തന്നെ ഇവിടെ തന്നെയുണ്ട്. ഇതിനങ്ങ് സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. മൂന്നാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഈ ലിവിങ് റൂമിൻ്റെ ആ ഭാഗത്തായിട്ടാണ്. വലിയൊരു ഫാമിലി ലിവിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഊഞ്ഞാൽ കട്ടിലും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇതിൻ്റെ വാള് ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വലിയ ലെങ്തിൽ തന്നെയാണ് ഈ TV യൂണിറ്റിൻ്റെ ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. കോറിഡോറിൻ്റെ ഫ്ലോറിൽ മൊറോക്കൻ സ്റ്റൈൽ ടൈൽസാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ ലെങ്ത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വാഷ് ഏരിയയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൻ്റെ ഡൈനിങ് ഏരിയയുടെ ചേർന്ന് തന്നെ വാഷ് ഏരിയ ഉണ്ട്. വാഷ് ഏരിയയുടെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് മൊറോക്കൻ സ്റ്റൈൽ ടൈൽസ് തന്നെയാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. അതിനോടടുത്ത് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ ക്രോക്കറി ഷെൽഫാണ്. തേക്ക് വുഡിൽ തീർത്തൊരു ക്രോക്കറി ഷെൽഫ്. ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്സും സീലിങ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളുണ്ട്. ഇതിൽ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന നാനോ വൈറ്റ് ആണ്. കിച്ചൻ്റെ മുഴുവൻ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്ന നാനോ വൈറ്റ് ആണ്. കിച്ചൻ്റെ ക്യാബിനറ്റ്സ് എല്ലാം WPCയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇൻബിൽറ്റ് ഓവൻ ചെയ്തിട്ടുണ്ട്. ഈ ക്യാബിന് നമ്മൾ ഷട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഷട്ടർ താത്തി അടച്ചിടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹുഡ് ആൻഡ് ഫോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോടടുത്ത് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണിത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു വാളിൽ ലൈറ്റ് ഗ്രേ കളർ അടിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വുഡൻ കോട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കബോർഡുണ്ട്. ഒരു സ്റ്റഡി ടേബിളും ഇതിനോട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും നമ്മൾ ക്രോസ് വെന്റിലേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. ഈ സൈഡിലായിട്ടൊരു ഡ്രസ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട്. കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ ഗ്രേഡ് പ്ലൈവുഡിൽ ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ തിരിച്ചിട്ടുണ്ട്. ഇവിടെ വാൾഹങ്ങ്, ക്ലോസറ്റും വാഷ് കൗണ്ടറുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ പേരൻസിൻ്റെ ബെഡ്റൂമാണ്. നോർമലായിട്ടുള്ള കട്ടിലും അതുപോലെ തന്നെ കബോർഡും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർക്കൊരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്റ്റഡി ടേബിൾ. നമ്മൾ ഫ്രഞ്ച് വിൻഡോ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മുകളിലേക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള സ്റ്റെയർ കേസാണിത്. സ്റ്റെയർ കേസ് വഴി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് കയറാം. റൂഫിങ്ങിൻ്റെ അടിഭാഗം നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസായിട്ട് യൂസ് ചെയ്തതാണ്. ആ ഏരിയയും ടാക്സബിൾ ആണ്. ഈ വലിയ ഫാമിലിയുടെ സ്വപ്നങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചതിന് വളരെ സന്തോഷമുണ്ട്. Thank you.